ഹായ് ഓൾ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് PPTTC മോണ്ടിസോറി നമ്മൾ നാച്ചുറൽ ആൽബം ചെയ്യുമ്പോൾ അതിൽ കോട്ടൺ വർക്ക് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്നാണ്. നമ്മൾ കോട്ടൺ എന്ന് പറയുന്നത് കോട്ടൺ കൊണ്ടുള്ള വർക്കാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ 1/2 ഇഞ്ച് ബോർഡർ കൊടുത്തു നമ്മുടെ പേജിന്. അതിനുശേഷം നമ്മൾ കോട്ടൺ വർക്ക് എന്നൊക്കെ ഹെഡിങ് കൊടുത്തു. നമ്മൾ ഗ്ലിറ്റർ പെൻ കൊണ്ടാണ് ഹെഡിങ് കൊടുത്തത്, കാരണം ഗ്ലിറ്റർ പെന്നിന് ഷെയ്ഡ്സ് വരില്ല, ഒന്നും ആവില്ല. സോ നമ്മൾ ഏത് ഷേപ്പിലേക്കാണോ വരയ്ക്കാൻ പോകുന്നത്, എന്താണോ നമ്മൾ വരയ്ക്കുന്നത്, അത് പെൻസിൽ കൊണ്ട് ആദ്യം ഇവിടെ നമുക്ക് പിക്ചർ വരയ്ക്കാം, എന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മുടെ പിക്ചർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഷീപ്പിൻ്റെ പിക്ചറാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പിക്ചർ വരച്ചു, ബോർഡറൊക്കെ വരച്ചു. ഇനി ഇതിന് നമുക്ക് കളർ ചെയ്തിട്ട് കോട്ടൺ എങ്ങനെയാണ് ഒട്ടിക്കുന്നതെന്ന് നോക്കാം. കോട്ടൺ ഇവിടെ ഈ ഒരു ഏരിയയിലും വൈറ്റും ഈ ഒരു ഏരിയയിൽ വൈറ്റുമാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. സോ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം കാണാം. ആൻഡ് ഫൈനലി നമ്മുടെ വർക്ക് ഇങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. നല്ലൊരു ഷേപ്പിൽ നമ്മൾ അടിയിൽ ഗ്രാസൊക്കെ പെയിൻറ്റ് ചെയ്ത് ക്രയോൺസ് വെച്ച് കളർ ചെയ്തു കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ കോട്ടൺ വർക്ക് വരുന്നത്. നമുക്ക് ഏത് ഷേപ്പിലും ഏത് രൂപത്തിലും വേണമെങ്കിലും കോട്ടൺ വർക്ക് ചെയ്യാം, നമ്മുടെ ചോയ്സാണത്. സോ ഈ രീതിയിലാണ് നമ്മൾ കോട്ടൺ വർക്ക് ചെയ്യുന്നത്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഓൾ.